ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു ഹോൾസെയിലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റീറ്റെയിലർ ആയിക്കോട്ടെ സർവീസ് ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഡിജിറ്റലിനെ ഒഴിവാക്കി നമുക്ക് ബിസിനസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് റീറ്റെയിൽ സെക്ടറിലും ഹോൾസെയിൽ സെക്ടറിലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഇ കൊമേഴ്സിനെ പറ്റിയും മാർക്കറ്റ് പ്ലേസിനെ പറ്റിയും അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇ കൊമേഴ്സ്? സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ കൂടി നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെല്ല് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് കസ്റ്റമർ വന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. എന്നാൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സെല്ലേഴ്സ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ, മീഷോ പോലുള്ള തേർഡ് പാർട്ടി സൈറ്റുകളുണ്ട്. ഈ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് പ്ലേസ്. നമ്മൾ ബിസിനസ് ചെയ്യുന്ന പലർക്കും ഉള്ള കൺഫ്യൂഷൻ, ഓൺലൈൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ് ആണ് എന്നാണ്. എന്നാൽ മാർക്കറ്റ് പ്ലേസിൽ നമുക്കൊരിക്കലും കൺട്രോൾസ് കിട്ടത്തില്ല. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ, നമ്മുടെ ബ്രാൻഡിനെ, നമ്മുടെ കസ്റ്റമറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും മാർക്കറ്റ് പ്ലേസിൽ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. എന്നാൽ ഇ കൊമേഴ്സിൽ എത്തുമ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവും. കാരണം നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഓഫറുകൾ, എങ്ങനെ പിച്ച് ചെയ്യണം, കസ്റ്റമർ റിട്ടൻഷൻ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിയന്ത്രണം നമുക്കുണ്ടാവും ഇ കൊമേഴ്സ് ആകുമ്പോൾ. ഇ കൊമേഴ്സും മാർക്കറ്റ് പ്ലേസും തമ്മിലുള്ള ഒരു 4-5 ഫണ്ടമെൻ്റൽ ഡിഫറൻസസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇ കൊമേഴ്സിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനും സർവീസിൻ്റെയും ഒന്ന് കംപ്ലീറ്റ് കൺട്രോൾസ് നമുക്കുണ്ടാവും. മാർക്കറ്റ് പ്ലേസിലേക്ക് എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ ഓണർഷിപ്പ് ഉള്ള കമ്പനിക്കായിരിക്കും ഉണ്ടാവുക. രണ്ടാമത് കസ്റ്റമർ ഡേറ്റയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കസ്റ്റമർ ഡേറ്റ. ഇ കൊമേഴ്സിൽ എത്തുമ്പോൾ കസ്റ്റമർ ഡേറ്റ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും ഉണ്ടാവുക. മാർക്കറ്റ് പ്ലേസിൽ എത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ആ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ കമ്പനിക്കായിരിക്കും. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ പോലുള്ള ആ കമ്പനിക്കായിരിക്കും കസ്റ്റമറിന് മേലുള്ള കൺട്രോൾസ് ഉണ്ടാവുക. മൂന്നാമത്തേതാണ് വിലയുടെ നിയന്ത്രണം, അതായത് പ്രൈസിങ്. മാർക്കറ്റ് പ്ലേസിൽ എത്തുമ്പോൾ നമ്മളാണ് പ്രൈസ് ഇടുന്നതെങ്കിലും ശരിക്കും മാർക്കറ്റ് പ്ലേസിൽ എത്തുമ്പോൾ ആ കൺട്രോൾസ് എന്ന് പറയുന്നത് എപ്പോഴും ആ കമ്പനിക്കായിരിക്കും. ഇ കൊമേഴ്സിൽ എത്തുമ്പോൾ എപ്പോഴും നമുക്ക് ആ നിയന്ത്രണം ഉണ്ടാവും പ്രൈസിങ്ങിനകത്ത്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് 1000 രൂപ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്ലേസിനെ അവർക്കറിയാം മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റ് റേറ്റ് എത്രയാണെന്നറിയാം. അവരെപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യുകയും ഓഫറുകൾ ഇടുകയും ചെയ്യും. എന്നാൽ ഇ കൊമേഴ്സിൽ എത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം നമുക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾക്കായിരിക്കും ഓഫറുകൾ ഇടുക, നമ്മളായിരിക്കും പ്രൈസ് സ്ലാബ് ഫിക്സ് ചെയ്യുക. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്: കസ്റ്റമർ ഡേറ്റ, പ്രൈസിങ്, ബ്രാൻഡ് അവയർനെസ്. ഇത് 3ഉം കൂടുതൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവുക ഇ കൊമേഴ്സിലാണ്, മാർക്കറ്റ് പ്ലേസിലല്ല. നാലാമത്തെ ഒരു കീ ഫാക്ടർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തുകൊണ്ട് മാർക്കറ്റ് പ്ലേസിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളത് ഇതിൻ്റെ ട്രാഫിക്കാണ്. മാർക്കറ്റ് പ്ലേസിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരുന്നത് നമ്മളല്ല, ഒരു സെല്ലറല്ല. ആ മാർക്കറ്റ് പ്ലേസിൻ്റെ ഓണേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ആ കമ്പനിയാണ് അതിനകത്തേക്ക് കസ്റ്റമറെ കൊണ്ടുവരിക. നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഓഡിയൻസ് ഉണ്ടാവും, കസ്റ്റമർ ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് ഓർഡർ ലഭിക്കും. ഇ കൊമേഴ്സിൽ എത്തുമ്പോൾ ഒരു ചലഞ്ച്, അത് വളരെ ഡ്രൈ ആയിരിക്കും, വളരെ സ്ലോ മൂവിങ് ആയിരിക്കും. വളരെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തമായ ഒരു ബ്രാൻഡ് ഇ കൊമേഴ്സിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പൊതുവേ നമ്മൾ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസ് ആയിരിക്കും. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ബ്രാൻഡിന് മേൽ ഒരു കൺട്രോളും ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ക്വിക്കായിട്ട് സെയിൽസ് ലഭിക്കാൻ മാർക്കറ്റ് പ്ലേസ് ഉപകാരപ്പെടും. ഇനി കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നൊരു ഏരിയ, ഇതിൽ മാർക്കറ്റ് പ്ലേസ് ചൂസ് ചെയ്യണോ അതോ ഇ കൊമേഴ്സ് ചൂസ് ചെയ്യണോ? രണ്ടും ശരിയാണ്. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. തിരുപ്പൂരിലുള്ള ഒരു മാനുഫാക്ചറർ, അപ്പാരൽ മാനുഫാക്ചറർ, അദ്ദേഹം ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യുന്നു. ക്വിക്കായിട്ട് നമുക്കൊരു 200 ഓർഡേഴ്സ് അല്ലെ 300 ഓർഡേഴ്സ് നമുക്ക് ക്വിക്കായിട്ട് കിട്ടുന്നു. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു നെഗറ്റീവ് സൈഡ് ഈ മാർക്കറ്റ് പ്ലേസിലുള്ളത് ഈ പ്രൈസിങ് കൺട്രോളബിൾസ് ആണ്. അതായത് ഓഫറും പാക്കേജിങ്ങും ഡിസ്കൗണ്ടും എല്ലാം കഴിഞ്ഞ്, അവരുടെ കമ്മീഷനും എല്ലാം കഴിഞ്ഞ് നമ്മളിലേക്ക് കിട്ടുന്ന തുക വളരെ മിനിമലായിരിക്കും. അതായത് ഒരു ഹോൾസെയിൽ സെല്ലറായിട്ട് തന്നെയാണ് ആക്ച്വലി നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യുന്നത്. ഇ കൊമേഴ്സിലേക്ക് വരുമ്പോൾ ഓർഡർ കിട്ടാൻ സമയമെടുക്കുമെങ്കിൽ പോലും നമുക്ക് ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ട് ലോങ് ടേമിൽ കൊണ്ടുപോകാൻ പറ്റുന്നതും നല്ലൊരു ബ്രാൻഡായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതും
ഇ കൊമേഴ്സ് ആണ്. ഇത് രണ്ടിലും ശരിയും തെറ്റൊന്നുമില്ല. വളരെ ക്വിക്കായിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അവയർനെസ് എത്തിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിന്റെ ഡിമാൻഡ്, അതായത് നമ്മളൊരു സെല് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ക്വിക്കായിട്ടൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസ് ഓപ്റ്റ് ചെയ്യുക. പാരലലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇ കൊമേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ ഇ കൊമേഴ്സ് സൈറ്റിൽ ഇടുകയും അതിൽ കൂടി നിങ്ങൾ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വളരുകയും ഗ്രാജുവലി നിങ്ങൾക്ക് പാൻ ഇന്ത്യ ലെവലിൽ അല്ലെ ഓൾ ഗ്ലോബലി നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ഇതുമൂലം സാധിക്കുകയും ചെയ്യും. ബ്രാൻഡ് നിർമ്മിക്കാൻ, സ്ഥിരമായി കസ്റ്റമറെ നിലനിർത്താൻ, ഗ്രോത്ത് ഉണ്ടാക്കാൻ, ഗ്ലോബലി നിങ്ങൾക്ക് വലിയൊരു ബ്രാൻഡ് ആകാൻ നല്ലത് എപ്പോഴും ഇ കൊമേഴ്സ് ആണ്. പക്ഷേ ക്ഷമയോടുകൂടി അതിനെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് അതിനകത്തെ ഒരു ചലഞ്ച്. നമ്മുടെ നാട്ടിൽ ഏകദേശം 6 കോടിയോളം MSME ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൽ 90% ആൾക്കാരും ഇന്നും ഡിജിറ്റലിനെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല. ഓരോ വീഡിയോകളിലും കൂടുതലും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇ കൊമേഴ്സിനെ പറ്റിയും മാർക്കറ്റ് പ്ലേസിനെ പറ്റിയുമാണ്. കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും വരുന്ന വീഡിയോകളെല്ലാം കണ്ട് നിങ്ങൾ അത് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക.